ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉത്തരപർവ്വതനിര പാർട്ട് 2. ഓക്കെ, ഉത്തരപർവ്വതനിര ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകൾ പത്കായി, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. ഓക്കെ, ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതവും ഹിമാലയയാണ്. ഹിമാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ഹിമാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകൾ. ഓക്കെ, പ്രായം കുറഞ്ഞ മടക്കു പർവ്വതങ്ങൾ, പ്രധാന അഗ്നിപർവ്വതങ്ങൾ, ഭൂകമ്പ മേഖല. ഓക്കെ, സെന്റ് ഹെലൻസ് പർവ്വതം, റോക്കീസ്, മോണോലോവ, കിലോവോ, പിരനീസ്, വെസൂവിയസ്, പെലി പർവ്വതം, ആൻഡിസ്, അറ്റ്ലസ് പർവ്വതങ്ങൾ, ആൽപ്സ്, കാക്കനസ്, ഹിമാലയം, ക്രാക്കറ്റോവ. ഓക്കെ, പ്രധാന മടക്ക് പർവ്വത നിരകൾ. റോക്കീസ് വടക്കേ അമേരിക്കയിലാണ്. റോക്കീസ് വടക്കേ അമേരിക്ക. യെസ്, ഇവിടെ റോക്കീസ് വടക്കേ അമേരിക്ക. ആൻഡീസ് തെക്കേ അമേരിക്ക. ആൻഡീസ് ഇവിടെ കാണാം, തെക്കേ അമേരിക്കയിൽ. ഓക്കെ, ആൽസ് യൂറോപ്പിലാണ്. ആൽസ് യൂറോപ്പ്. ഇവിടെ ആൽപ്സ് യൂറോപ്പിൽ. ഓക്കെ, അറ്റ്ലസ് ആഫ്രിക്ക. അറ്റ്ലസ് പർവ്വതനിരകൾ ആഫ്രിക്ക. ഓക്കെ, ഹിമാലയം ഏഷ്യ. യെസ്, കാക്കസസ് യൂറോപ്പും ഏഷ്യയിലുമാണ്. കാക്കസസ് യൂറോപ്പ് ഏഷ്യ. അതെ, യൂറോപ്പ് ഏഷ്യ. ഓക്കെ, റോക്കീസ് വടക്കേ അമേരിക്ക, ആൻഡീസ് തെക്കേ അമേരിക്ക, ആൽപ്സ് യൂറോപ്പ്, അറ്റ്ലസ് ആഫ്രിക്ക, ഹിമാലയം ഏഷ്യ, കാക്കസസ് യൂറോപ്പ് ഏഷ്യ. പുരാതന ഭൂഖണ്ഡമായ ഗോണ്ടാൻ ലാൻഡിലെ ഇന്ത്യൻ ഫലകവും ലൗറേഷ്യൻ ഭൂഖണ്ഡത്തിലെ യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത്. പുരാതന ഭൂഖണ്ഡമായ ഗോണ്ടാൻ ലാൻഡിലെ ഇന്ത്യൻ ഫലകവും ലൗറേഷ്യൻ ഭൂഖണ്ഡത്തിലെ യൂറോപ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഹിമാലയൻ പർവ്വതം രൂപപ്പെട്ടത്. ഈ രണ്ട് ഫലകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന സമുദ്രഭാഗം ആയിരുന്നു ടെത്തിസ് കടലിന്റെ അടിത്തട്ട് സമ്മർദ്ദം മൂലം ഉയർന്നു വന്നാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. ഓക്കെ, ഇന്ത്യ ലാൻഡ്മാസ് 70 million years ago. ഇന്ത്യ ലാൻഡ്മാസ് 50 million years ago. ഇന്ത്യൻ പ്ലേറ്റ്, ഇന്ത്യ ടുഡേ. ഓക്കെ, ഇന്ത്യൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്. ഓക്കെ, ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ഇക്വേറ്റർ. ഹിമാലയ പർവ്വതനിര ഇന്ത്യൻ മഹാസമതലത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു. ഹിമാലയൻ പർവ്വതനിര ഇന്ത്യൻ മഹാസമതലത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു. ടിബറ്റൻ പ്ലാറ്റോ, ഹിമാലയൻ ഒറോഗിജൻ, ഇൻഡസ് സാങ്പോസ് സ്യൂട്ടർ, ഇന്ത്യൻ പെനിൻസുല ഹൈലാൻഡ്സ്, ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ഹിമാലയത്തിന്റെ ആകെ നീളം എത്ര കിലോമീറ്റർ ആണ്? 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ ആകെ നീളം 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ വീതി എത്രയാണ്? 400 to 150 കിലോമീറ്റർ ആണ്. 400 to 150 കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ആകെ വീതി. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഹിമാലയത്തിന് 400 കിലോമീറ്റർ വീതിയും കിഴക്കു ഭാഗത്ത് 150 മീറ്റർ വീതിയുമാണുള്ളത്. ഓക്കെ, വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നിരവധി നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ ഹിമാലയം വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നു. നിരവധി നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ ഹിമാലയം വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ചൈന, ടിബറ്റ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഹിമാലയ പർവ്വതം കടന്നു പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ചൈന, ടിബറ്റ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൂടെ ആണ് ഹിമാലയ പർവ്വതം കടന്നു പോകുന്നത്. ഹിമാലയ പർവ്വത നിരയുടെ മ്യാൻമറിലേക്കുള്ള തുടർച്ച അറിയപ്പെടുന്നത് അരക്കൻ യോമ എന്നാണ്. ഹിമാലയ പർവ്വത നിരയുടെ മ്യാൻമറിലേക്കുള്ള തുടർച്ച അറിയപ്പെടുന്നത് അരക്കൻ യോമ എന്നാണ്. ഉത്തര പർവ്വത നിരയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തര പർവ്വത നിരയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ. അപ്പൊ നോർത്തേൺ ഭാഗത്ത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ,
ഈസ്റ്റേൺ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 15.69%, 15.69% അരുണാചൽ പ്രദേശ്. ഓക്കെ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഹിമാലയം വ്യാപിച്ചിരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീറും ലഡാക്കുമാണ്. ലഡാക്ക്. ഓക്കെ, ഹിയർ കാണാം, ഇവിടെ കാണാം ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ, വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്. ഓക്കെ, ഹിമാലയത്തെ 3 സമാന്തര നിരകളായി തരംതിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഒന്നാമത്തത് ഹിമാദ്രിയാണ്. ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരത്തിലാണ് 6000 മീറ്റർ ആണ്. 6000 മീറ്റർ. ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. നങ്ക പർവ്വത്, നംച പർവ്വ, അരക്കൻ യോമ. ഓക്കെ, ഹിമാലയത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള പർവ്വതനിര ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രി നിരകളിലാണ്. 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികൾ ഹിമാദ്രി നിരകളിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രി നിരകളിലാണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. 8846.86 മീറ്റർ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ്. മൗണ്ട് എവറസ്റ്റ് ഓർ സാഗർമാത. സാഗർമാത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദി ഹെഡ് ഓഫ് ദി ഗ്രേറ്റ് ബ്ലൂ സ്കൈ എന്നാണ്. ദി ഹെഡ് ഓഫ് ദി ഗ്രേറ്റ് ബ്ലൂ സ്കൈ. മൗണ്ട് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോ ലാങ്മ എന്നാണ്. മൗണ്ട് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോ ലാങ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗോഡസ് മദർ ഓഫ് ദി വേൾഡ്. ചോമോ ലാങ്മ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡസ് മദർ ഓഫ് ദി വേൾഡ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടക്കം കുറിച്ച ട്രിഗണോമെട്രിക് സർവേയുടെ ഭാഗമായി 1852 എവറസ്റ്റിന്റെ ഉയരം ആദ്യമായി കണക്കാക്കിയ വ്യക്തി രാധാനാഥ് സിക്തർ ആണ്. രാധാനാഥ് സിക്തർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടക്കം കുറിച്ച ട്രിഗണോമെട്രിക് സർവേയുടെ ഭാഗമായി 1852 എവറസ്റ്റിന്റെ ഉയരം ആദ്യമായി കണക്കാക്കിയ വ്യക്തി രാധാനാഥ് സിക്തർ ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ പഴയ പേരെന്താണ്? പീക്ക് 15 ആണ്. പീക്ക് 15. മൗണ്ട് എവറസ്റ്റിന്റെ പഴയ പേര് പീക്ക് 15. പീക്ക് 15 എന്ന പേര് മൗണ്ട് എവറസ്റ്റ് എന്ന് മാറ്റിയ വർഷം 1865. പീക്ക് 15 എന്ന പേര് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് മാറ്റിയ വർഷം 1865. മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നിർദ്ദേശിച്ച സർവേയർ ജനറൽ ആരാണ്? ആൻഡ്രൂ വോഗ് ആണ്. ആൻഡ്രൂ വോഗ്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ പർവ്വതാരോഹകരാണ് എഡ്മണ്ട് ഹില്ലരിയും ടെൻസിംഗ് നോർഗെയും. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ പർവ്വതാരോഹകർ ആരൊക്കെയാണ്? എഡ്മണ്ട് ഹില്ലറി, അതുപോലെ ടെൻസിംഗ് നോർഗെ. വർഷം 1953 മെയ് 29. 1953 മെയ് 29. എഡ്മണ്ട് ഹില്ലറി ന്യൂസിലാൻഡുകാരനാണ്. ടെൻസിംഗ് നോർഗെയോ നേപ്പാളിലെ ഷേർപ്പ ഗോത്രം. ടെൻസിംഗ് നോർഗെ നേപ്പാളിലെ ഷേർപ്പ ഗോത്രം. നേപ്പാൾ ഹിമാലയത്തിന്റെ താഴ്വരകളിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗം ഷേർപ്പ. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ വനിത ജുൻകോ താബെയാണ്. ജുൻകോ താബെ, ജപ്പാന്. 1975 മെയ് 16. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ഇന്ത്യക്കാരൻ. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ഇന്ത്യക്കാരൻ അവതാർ സിംഗ് ആണ്. അവതാർ സിംഗ് ചീമ. വർഷം 1965 മെയ് 20. 1965 ഇന്ത്യൻ ആർമിയുടെ 21 അംഗങ്ങൾ എവറസ്റ്റ് പര്യടനവുമായി ബന്ധപ്പെട്ടാണ് അവതാർ സിംഗ് ചീമ എവറസ്റ്റ് കീഴടക്കിയത്. 1965 എവറസ്റ്റ് പര്യടനത്തിൽ പങ്കെടുത്ത ഏക മലയാളി സി ബാലകൃഷ്ണൻ. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ഇന്ത്യൻ വനിത ബച്ചേന്ദ്രി പാൽ. 1984 മെയ് 23. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ
കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ്. സ്ഥിതി ചെയ്യുന്നത് സിക്കിം, ഇന്ത്യ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിം, ഇന്ത്യ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അപ്പൊ ഒന്നാമത്തത് മൗണ്ട് K2 തന്നെയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 8586 മീറ്റർ, 8598 മീറ്റർ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. 5 കൊടുമുടികൾ ചേർന്നതാണ് കാഞ്ചൻജംഗ. മഞ്ഞിന്റെ 5 നിധികൾ എന്നറിയപ്പെടുന്ന കൊടുമുടി കാഞ്ചൻജംഗ. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി കാഞ്ചൻജംഗ. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി കാഞ്ചൻജംഗ. നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. 7817 മീറ്റർ. 7817 മീറ്റർ. നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഹിമാലയത്തിലെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊടുമുടി നംഗാ പർവ്വതം. 8126 മീറ്റർ ആണ്. ഹിമാലയത്തിലെ ഏറ്റവും പടിഞ്ഞാറ് വെസ്റ്റേൺ ഭാഗത്തുള്ള കൊടുമുടി നംഗാ പർവ്വതം, 8126 മീറ്റർ. നംഗാ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീർ, POK. പ്രാദേശികമായി ദയാമീർ എന്ന പേരിൽ അറിയപ്പെടുന്നത് നംഗാ പർവ്വതം ആണ്. ദയാമീർ എന്ന വാക്കിന്റെ അർത്ഥം പർവ്വതങ്ങളുടെ രാജാവ് എന്നാണ്. ഹിമാലയത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള കൊടുമുടി നംചാ ബറുവയാണ്. ഹിമാലയത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള കൊടുമുടി, ഈസ്റ്റേൺ സൈഡിലുള്ള കൊടുമുടി നംചാ ബറുവ. 7782 മീറ്റർ. നംചാ ബറുവ സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗാ പർവ്വത് എന്ന കൊടുമുടിയെ ചുറ്റിയാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗാ പർവ്വത് എന്ന കൊടുമുടിയെ ചുറ്റിയാണ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നത് നംചാ ബറുവ എന്ന കൊടുമുടിയെ ചുറ്റിയാണ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നത് നംചാ ബറുവ എന്ന കൊടുമുടിയെ ചുറ്റിയാണ്. ഇവിടെ നിങ്ങൾ കാണാം നംചാ ബറുവ, ഏറ്റവും കിഴക്കേ ഭാഗത്തുള്ള കൊടുമുടി നംഗാ പർവ്വത്. ഓക്കെ, ഇവിടെയാണ് സിന്ധു നദി നംഗാ പർവ്വത് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. നംചാ ബറുവ ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നത് നംചാ ബറുവ എന്ന കൊടുമുടിയെ ചുറ്റിയാണ്. ഹിമാലയത്തിലെ നിരവധി നദികളുടെ ഉത്ഭവസ്ഥാനമായ ഹിമാനികൾ ഹിമാദ്രി നിരകളിൽ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണം ഗംഗോത്രി ഹിമാനി, യമുനോത്രി ഹിമാനി. ഹിമാലയത്തിലെ നിരവധി നദികളുടെ ഉത്ഭവസ്ഥാനമായ ഹിമാനികൾ ഹിമാദ്രി നിരകളിൽ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണം ഗംഗോത്രി ഹിമാനി, യമുനോത്രി ഹിമാനി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.